ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ. 2 ദിവസമായി നമ്മൾ തമ്മിൽ കണ്ടിട്ട്. ഞാൻ 2 ദിവസമായിട്ട് ഇത്തിരി തിരക്കിലായിരുന്നു. എൻ്റെ വീഡിയോ ആരും കാണുന്നില്ലെന്ന് തോന്നുന്നത്. എനിക്ക് കമൻസ് ഒന്നും കിട്ടുന്നില്ല, വീഡിയോ വാച്ച് ചെയ്യുന്നില്ല. അതൊക്കെ ചെയ്യണം കേട്ടോ. എന്നോട് ഇച്ചിരി ഇതുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് വാച്ച് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതിനായിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. പിന്നെ എനിക്കൊരു കാര്യം പറയാനാണ് ഞാൻ ഇന്ന് വന്നത്. എൻ്റെ അനുഭവ കഥയാണ്. അതായത് ഞാൻ ഇവിടെ എടപ്പള്ളിയിൽ വരുന്നത് ഒരു ജോലിയായിട്ടാണ് വരുന്നത്. എനിക്കൊരു ജോലി കിട്ടി. അത് ഏത് വർഷത്തിലാണ്? 95-ലാണ്. ഞാൻ ചാക്കോള എന്ന് പറഞ്ഞൊരു സ്ഥാപനത്തിൽ ഞാൻ സൂപ്പർവൈസറായിട്ട് ജോലിക്ക് വരുന്നത്. അവിടെ നിന്ന് ഞാൻ ഇറങ്ങുന്നത് 2020 എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ റിസൈൻ ചെയ്ത് പോരുകയാണ് ചെയ്തത്. കൊറോണ ടൈമിൽ ഞാൻ ലീവ് എടുത്ത് വന്നതാണ്. അപ്പം പിന്നെ എനിക്ക് പോകാനായിട്ട് അത്ര താല്പര്യം തോന്നിയില്ല. കാരണം നമ്മളുടെ ബിസിനസ്സൊക്കെ കുറച്ച് ഡള്ളായി തുടങ്ങി. കൊറോണയാണ്. അതിനു മുമ്പ് നമുക്ക് 2018 വെള്ളപ്പൊക്കത്തിൻ്റെ പ്രശ്നമുണ്ടായി. അങ്ങനെ ഒരുപാട് ത്തേക്കും ബിസിനസ് മേഖലയിലൊക്കെ എല്ലാം കുറച്ച് ഡിമ്മായി തുടങ്ങി. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനം വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നൊരു സ്ഥാപനമാണ്. അത് കുറച്ച് താഴത്തേക്ക് വരാൻ തുടങ്ങി. അപ്പം എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നി, ഇനി അവരെ ബുദ്ധിമുട്ടിക്കണ ശരിയല്ല. 25 വർഷം എനിക്കവർ നല്ല രീതിയിൽ എന്നെ ചേർത്ത് പിടിച്ച് ഞാനവിടെ കയറിയതിൻ്റെ പിറ്റേ വർഷം എൻ്റെ ഹസ്ബൻഡ് മരിച്ചു. പിറ്റേ 1 വർഷം തികഞ്ഞിട്ടില്ല, 11 മാസം ആകുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് മരിക്കുകയാണ്. എൻ്റെ ഹസ്ബൻഡ് സുഖമില്ലാത്ത അവസ്ഥയിലാണ്. ഞാൻ വിമലാലയം എന്ന ഒരു സ്ഥാപനമുണ്ട്. വിമലാലയം എന്ന് പറഞ്ഞ ഒരു മഠം, കന്യാസ്ത്രീകളുടെ മഠം എറണാകുളം കച്ചേരിപ്പടിയിലുണ്ട്. അവിടുത്തെ സിസ്റ്റർ, ഒരു മേരി സിസ്റ്റർ ഉണ്ടായിരുന്നു. സിസ്റ്ററാണ് എന്നെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിടുന്നത്. ഒരു ജോലി അന്വേഷിച്ച് ഞാൻ പല വാതിലുകൾ മുട്ടുമ്പോൾ എനിക്ക് പല വാതിലുകൾ തുറന്നു. പക്ഷേ എനിക്കതൊന്നും അത്ര എനിക്ക് പറ്റിയ ജോലിയല്ല. ഞാനവിടെ സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. എൻ്റെ കെയറിങ്ങിനും എല്ലാം എനിക്ക് പറ്റിയ ഒരിടം ഇതാണെന്ന് തോന്നി. അവിടെ ചാക്കോള എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ മകള് അനു ജോസ് എന്ന് പറയുന്ന ആ സ്ത്രീ നടത്തുന്ന ഒരു സ്ഥാപനമായിരുന്നു. എന്നേലൊരു 2-3 വയസ്സിൻ്റെ വ്യത്യാസം ഉണ്ടാവുള്ളൂ അവർക്ക്. പക്ഷേ എനിക്ക് അമ്മേനെ പോലെയായിരുന്നു അവർ. എൻ്റെ അമ്മയെ പോലെ ഞാൻ കണ്ട ദിവസം മുതൽ ഞാൻ അമ്മയെ പോലെ കരുത്. എൻ്റെ അമ്മയാണോ എൻ്റെ സഹോദരിയാണോ എനിക്ക് പറയാൻ വാക്കുകളില്ല ആ മേഡത്തിനെ പറ്റി. അത്രയധികം നമ്മളെ എന്നെ തന്നെയല്ല കേട്ടോ. അവിടെ അന്ന് ഞാൻ ചിലപ്പോൾ 75ാമത്തെ ആളാണ് ഞാൻ. 75 പേര് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. അതുകൂടാതെ പുള്ളിക്കാരത്തേക്ക് ഒരുപാട് യൂണിറ്റുകളും തിരുവനന്തപുരത്ത്, തൃശ്ശൂർ, കോട്ടയത്ത് കട, എറണാകുളത്ത് 2 ഷോപ്പ്, പിന്നെ മഠങ്ങളിലൊക്കെ പുള്ളിക്കാരത്തി തയ്ക്കാനും സ്മോക്കിങ്, എംബ്രോയ്ഡറി ഇതെല്ലാം ചെയ്യാൻ കൊടുക്കലും അങ്ങനെ നല്ല രീതിയിൽ നടന്നു പോയിരുന്ന ആ സ്ഥാപനത്തിലേക്കാണ് നമ്മൾ കയറി ചെല്ലണത്. 25 വർഷം തികയുന്ന അന്നാണ് ഞാൻ ഇറങ്ങിപ്പോരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നുണ്ട്, ഇന്ന് നമ്മുടെ ഈ കേരളത്തിൽ നടന്ന ഒരു സംഭവം, ഇതുപോലെ അറിയപ്പെടാത്ത ഒരുപാട് കാര്യങ്ങൾ എല്ലാവരും മൂടി വയ്ക്കുന്നുണ്ട്. കാരണം അവർ നേരെ തിരിച്ച് ഇതുപോലെയുള്ള തെമ്മാടിത്തരം ചെയ്ത് കൂട്ടിയിട്ട് നേരെ തിരിച്ച് അവരുടെ ഭാഗത്താക്കും, മുതലാളിമാരുടെ ഭാഗത്തേക്കാക്കും തെറ്റ്. അതുകൊണ്ട് അവരുടെ മാന്യത, അതവരുടെ മര്യാദയാണ്. ആ മാന്യത ഓർത്ത് സമൂഹത്തിൻ്റെ മുമ്പിൽ അവരുടെ ഇമേജ് പോകണ്ടല്ലെന്നോർത്ത് ഇതുപോലെയുള്ള കള്ളത്തരത്തിനും ഇതുപോലെയുള്ള തെമ്മാടിത്തരത്തിനും കൂട്ടുനിൽക്കുന്ന ഒരുപാട് മുതലാളിമാരും ഉണ്ട്. ഈ മനുഷ്യൻ അത് എതിർത്തതുകൊണ്ട്, കൃഷ്ണകുമാർ എന്ന് പറഞ്ഞ മനുഷ്യൻ എതിർത്തതുകൊണ്ട് നേരെ തിരിഞ്ഞ് ജാതിക്കാട് ആദ്യം ഇറക്കി. ഇനിയിപ്പം അവരെ തട്ടിക്കൊണ്ട് 4 പെൺകുട്ടികൾ, നല്ല സുന്ദരികളായ പെൺകുട്ടികൾ, അയാളുടെ ഭാര്യയും അയാളും ഒക്കെ ചെറുപ്പമാണ്. ഭാര്യയും ചെറുപ്പമാണ്. അവർ വളരെ നേരത്തെ കല്യാണം കഴിച്ചവരാണ്. ആ കുട്ടികൾക്കൊന്നും അധികം പ്രായവുമായിട്ടില്ല. അത്രയും നല്ല ഇമേജുള്ള, ഇത്രയും നല്ല സൗന്ദര്യമുള്ള അയാൾ എന്ത് സൗന്ദര്യമുള്ള മനുഷ്യനാണ്. നമ്മൾ ഈ ന്യൂസ് വായിക്കുന്ന കാലം തുടങ്ങി കാണുന്നതാണ് അയാൾ. അത് കഴിഞ്ഞ് സീരിയലിൽ വരുന്നു, സിനിമയിൽ വരുന്നു, ഇപ്പോൾ രാഷ്ട്രീയത്തിൽ വന്നു. അയാളെക്കുറിച്ച് രാഷ്ട്രീയമേതും ആയിക്കോട്ടെ, അത് നമ്മുടെയൊന്നും വിഷയമല്ല.
അതിൻ്റെ പുറത്തേക്ക് ആൾക്കാർ പറയുന്നവൻ്റെ ഇമേജ് കൂട്ടാൻ വേണ്ടി ആ മനുഷ്യൻ്റെ പെൺമക്കളെ, ഗർഭിണിയായ ആ പെൺകുട്ടിയെയും കരിവാരി തേക്കുന്നത് അത്രയും നല്ല ഏർപ്പാട്. ഇത് ഈ ചെയ്തവരെ സമൂഹത്തിൻ്റെ മുമ്പിൽ, നിയമത്തിൻ്റെ മുമ്പിൽ കുറ്റവാളിയായിട്ട് കൊണ്ടുവന്ന് വേണ്ട ശിക്ഷകൾ കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജീവിച്ചു വന്നത്, നമ്മൾ ഒരു സ്ഥാപനത്തിൽ ജോലി പോയി ഒരു മൊട്ടുസൂചി പോലും നമ്മൾ അവിടെ നിന്ന് എടുത്തുകൊണ്ട് മോഷ്ടിച്ചുകൊണ്ട് വരില്ല. കാരണം അറിയാം, നമ്മൾക്കൊക്കെ ഒരു മനസ്സാക്ഷിയുണ്ട്. നമ്മൾ ചെന്നിരിക്കുന്ന സ്ഥലം, നമ്മൾ പ്രവർത്തിക്കുന്ന സ്ഥലം, അത് നമ്മുടെ സ്വന്തം വീടായിട്ടാണ് നമ്മൾ കാണേണ്ടത്. അങ്ങനെയാണെങ്കിൽ അവിടെയല്ലേ നമുക്ക് ശാശ്വതമായിട്ട് പോകാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് നാളെ അവിടെ കയറി ചെല്ലേണ്ടതാണ്. അത് ഇന്ന് പോയിട്ട് നാളെയൊക്കെ ഇറങ്ങി വരണ ഇതാണെങ്കിൽ അത് ശരിയല്ല. ഈ കുട്ടികൾ ഇവിടെ അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് ജോലി കിട്ടും എന്ന് ഉദ്ദേശിച്ചിട്ടായിരിക്കും അവരുടെ ആ ഗർഭാവസ്ഥയിൽ അവർ ചിലപ്പം അവിടെ പോകാൻ പറ്റിയിട്ടുണ്ടാവില്ല. അവരുടെ ഓഫീസിലേക്ക് അവർക്ക് പോകാൻ പറ്റില്ല. അവരുടെ കല്യാണം കഴിഞ്ഞു, അവർ ഹണിമൂണും കാര്യങ്ങളായിട്ട് പുറത്ത്. പിന്നെ ആ കുട്ടി സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് വർക്ക് ചെയ്യുന്ന കുട്ടിയാണ്. അപ്പോൾ അതിൻ്റെതായ തിരക്കുകളും കാര്യങ്ങളും, അതിനല്ലേ സ്റ്റാഫിനെ വെച്ചിരിക്കണത്. ഞങ്ങളുമൊക്കെ, ഞങ്ങളുടെ മേഡം അങ്ങനെയാണ്. ഞങ്ങളെയൊക്കെ സൂപ്പർവൈസർ, മാനേജർ, അക്കൗണ്ടൻറ്റ്, ബാക്കിയുള്ള സ്റ്റാഫുകൾ, അവരെ വേണ്ടപ്പെട്ടവരെ ഒരു 3-4 പേരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരാളുണ്ടെങ്കിൽ അവരെ ഏൽപ്പിച്ചിട്ടാണ് അവർ ആഴ്ചകളോളം മാസങ്ങളോ ഒക്കെ മാറി നിൽക്കുന്നത്. എന്തോ മാത്രം വിശ്വാസമുള്ളതുകൊണ്ടാണ്. അപ്പം നമുക്കും ചെയ്യാമായിരുന്നല്ലോ, കുറേ സാധനങ്ങൾ എടുത്തുകൊണ്ട് വരിക. അല്ലെങ്കിൽ അതൊന്നും ശരിയായ നടപടിയല്ല. നമ്മളങ്ങനെ ചെയ്താൽ നമുക്ക് സമൂഹത്തിൻ്റെ മുമ്പിൽ എന്ത് വിലയുള്ളത്? ഇപ്പോൾ ഈ കുട്ടികളുടെ പക്ഷം ചേർന്ന് പോലീസായിക്കോട്ടെ അവരായിക്കോട്ടെ പറയുന്നവരുമുണ്ട്. പക്ഷേ ഇതിനെല്ലാം സാക്ഷികളുണ്ടല്ലോ. എന്തിനാ ഈ ക്യാമറയും ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ഓരോ സ്ഥാപനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? പിടിച്ചുകൊണ്ടുപോയി, തട്ടിക്കൊണ്ടുപോയി, ചെക്കിൽ ഒപ്പിടിപ്പിച്ചു. കൊടുത്ത പൈസ തിരിച്ച് ചോദിക്കുമ്പോൾ കയ്യിലെന്തോ ഉള്ളത് അവർ ചെക്ക് എഴുതി കൊടുത്തു. അതൊരു എവിഡൻസ് അല്ലേ? കൊടുക്കാനുള്ള പൈസ മര്യാദയുടെ രൂപത്തിൽ പറയണമായിരുന്നു. ഞങ്ങൾ ഇത്രയും മാസത്തിനുള്ളിൽ പൈസ തിരിച്ചുതരാം. അവർ കേസിന് പോകുമായിരുന്നു. അവർക്ക് താല്പര്യമുണ്ടോ അതിന് പോകാനായിട്ട്? അവിടെ ഒരു സമൂഹത്തിൽ ഒരു ഇമേജുള്ളൊരു മനുഷ്യനല്ലേ, രാഷ്ട്രീയത്തിൽ ആണെങ്കിലും ഫിലിമിലാണെങ്കിലും ഒക്കെ. അപ്പോൾ അവർക്കും താല്പര്യമില്ല ഇങ്ങനെ ഇതൊന്നും വലിച്ചിഴക്കാനായിട്ട്. ഇത് ഏറെ തരത്തിലേക്ക്, വേറെ തലങ്ങളിലേക്ക് പോകും. അതാണ് ഇപ്പോൾ ന്യൂസ് വേറെ തലത്തിലേക്കാണ് പോകുന്നത്. ഇനി വേണമെങ്കിൽ അദ്ദേഹം പീഡിപ്പിച്ചെന്ന് വരെ പറയും. ഈ പെൺകുട്ടികൾ നാണമില്ല ഇതുപോലെയുള്ള. ഈ കേരളത്തിൽ എന്തുകൊണ്ടാണ് ഈ വിദ്യാഭ്യാസം ഉള്ള കുട്ടികൾക്ക് കൂടി ജോലിയില്ലാത്തത്? എല്ലാവരും പുറത്തേക്ക് പോകുന്നത് എന്തിനാ? കൊടുക്കാൻ ആൾക്കാർ ചെറുകിട വ്യവസായങ്ങൾ ഒരുപാട് സ്ത്രീകൾ തുടങ്ങുന്നുണ്ട്. ചെറുകിട വ്യവസായങ്ങൾ അവിടെയൊക്കെ അവർക്ക് പ്രതീക്ഷയോടെ അവർ തുടങ്ങുന്നതാണ് ഓരോ കമ്പനികൾ. അപ്പോൾ അവർ ലോൺ എടുത്തും അല്ലെങ്കിൽ കടം വാങ്ങിച്ച് അവിടെ നിന്ന് സ്വന്തമായിട്ട് ചിലപ്പോൾ അത്രയും എമൗണ്ട് ഉണ്ടാവില്ല. ചിലപ്പോൾ അവർ ഒരു 50 ലക്ഷത്തിൻ്റെ ഒരു സ്ഥാപനമായിരിക്കും തുടങ്ങുക, അല്ലെങ്കിൽ 1 കോടിയുടെ ആയിരിക്കും. അത്രയും ക്യാഷ് അവരുടെ കയ്യിലുണ്ടാവില്ല. അവർ ലോൺ എടുത്തിട്ടായിരിക്കും, ചിലപ്പം അവരുടെ കസിൻസ് ആരോടെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ട്, ഫ്രണ്ട്സിനോടൊക്കെ വാങ്ങിച്ചിട്ടായിരിക്കും. അപ്പം നമ്മൾ ഓരോരുത്തരും ജോലിക്ക് പോയി അത് സ്ഥാപനം മുന്നോട്ട് പോയാലല്ലേ അവർക്കും മെച്ചം ഉണ്ടാവുള്ളൂ, എന്നാലല്ലേ നമുക്ക് സാലറി തരാൻ പറ്റുള്ളൂ. അങ്ങനെ ഒന്ന് ചിന്തിച്ചാലോ? നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്താലല്ലേ നമ്മളുടെ സ്വന്തം സ്ഥാപനമായിട്ട് നമ്മൾ കണ്ടുകൊണ്ട് നമ്മൾ പോവുകയാണെങ്കിൽ. അതല്ല, പൈസ ഉടനെ ആരെങ്കിലും തട്ടിച്ചും വെട്ടിച്ചും പൈസ വേണം. അതൊന്നും ഒരിക്കലും അത് വന്ന വഴി അതിൻ്റെ അപ്പുറം പോവും. ഇപ്പം എന്താ ഈ കുട്ടികൾക്ക് ഇനി എന്താ ഇവരുടെ ഭാവി എന്താ? കള്ളി എന്ന് പേര് കിട്ടിയില്ലേ, കള്ളികളെന്ന് പേര് കിട്ടിയില്ലേ? കുറേ പേര് അതല്ലേ വിശ്വസിക്കുന്നത്. ഒരു 10% പേര് അവരെ അനുകൂലിക്കുന്നുണ്ടാവും. കള്ളികളുടെ പേരിന്ന് കിട്ടിയില്ലേ? ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഇനിയുള്ള മക്കളോടാണെങ്കിലും എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഓരോ ജോലി, അത് നമ്മൾ എന്ത് ജോലി ആയിക്കോട്ടെ, പല ജോലികളിൽ ആൾക്കാർ പോകുന്നുണ്ട്, പല ഓഫീസുകൾ, എന്ത് ജോലി ആയിക്കോട്ടെ, ഇത് താഴ്ന്ന തട്ടിലുള്ള ജോലി ആയിക്കോട്ടെ, ഹൈ ലെവലിലുള്ള ജോലി ആയിക്കോട്ടെ, നമ്മൾക്ക് തരുന്ന നമ്മുടെ ഭക്ഷണമാണത്, നമ്മളുടെ ചോറാണ്. ആ ചോറിനെ നമ്മൾ ബഹുമാനിക്കാൻ പഠിക്കുക. നമ്മൾ
ഏറ്റവും 100% സിൻസിയറായിട്ട് ജോലി ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. അല്ലാതെ കൊണ്ട് അവിടെ ചെന്ന് അവരെ എങ്ങനെ പറ്റിക്കണം, എങ്ങനെ ചതിക്കണം. സന്തോഷത്തോടെ അവർ തരും ഇൻക്രിമെൻറ്റ്, മാസം വർഷം നമുക്ക് സാലറി, അവരുടെ ബെനിഫിറ്റ് അനുസരിച്ച് നമുക്ക് സാലറി. ഞങ്ങൾക്കൊക്കെ അങ്ങനെയായിരുന്നു. ഞങ്ങളൊക്കെ തുച്ഛമായ ശമ്പളത്തിന് കയറിയ വർഷം സാലറി വർധനവുണ്ട്, സാലറി തരും. പിന്നെ എന്തെല്ലാം സഹായങ്ങൾ എനിക്കൊക്കെ കിട്ടിയിട്ടുണ്ടെന്നറിയാവോ? പോട്ടെ, അതെല്ലാം പോട്ടെ, അവരുടെ ഒരു സ്നേഹം എനിക്കിത് പറയാതിരിക്കാൻ പറ്റൂല. ഞാൻ അനുഭവിച്ച എന്നോടുള്ള ആ ഒരു കരുതൽ, എന്നോടുള്ള ആ സ്നേഹം, എനിക്ക് സങ്കടം വരുവുള്ളൂ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ മാഡത്തിൻ്റെ അമ്മ മരിച്ചു, പ്രായമായി. എന്നെ അറിയിച്ചു, ഞാൻ അറിഞ്ഞു. ഞാൻ അവിടെ ചെന്നപ്പോൾ എന്നെ ഇങ്ങനെ, ഞാൻ ആ ഫ്രണ്ടിലേക്കൊക്കെ എത്തുമ്പോൾ പുള്ളിക്കാരത്തി വേറൊരു സ്റ്റാഫ് വന്നിട്ട് അവരെ ഇങ്ങനെ പറഞ്ഞു വിടാൻ നിൽക്കുക. എന്നെ കെട്ടിപ്പിടിക്കുക അവർ, ലൈലെന്ന് പറഞ്ഞിട്ട്. അത്രയ്ക്ക് സ്നേഹമാണ്. കാരണം എന്തുകൊണ്ട് നമ്മൾ ആ ഒരു വന്ന് ഇറങ്ങി പോകുന്ന സമയം വരെ അത്ര സിൻസിയറായിട്ട് ജോലിയെടുത്ത് അത്ര സിൻസിയറായിട്ട് നിന്നതുകൊണ്ട്. അതാണ്, അങ്ങനെ വേണം നമ്മൾ ഒരു സ്ഥാപനത്തിൽ ചെന്നാൽ പെരുമാറാനായിട്ട്. ഇനിയുള്ള കുട്ടികൾ ഇപ്പോൾ അങ്ങനെയല്ല, ഏതെങ്കിലും സമയത്ത് പോകുക, ഏതെങ്കിലും സമയത്ത് ഇറങ്ങി വരാം, അങ്ങനെയൊന്നുമല്ല. ഒരു ടൈമിങ് എന്ന് പറഞ്ഞാൽ ഒരു 10 മണിയാണെങ്കിൽ 10 മണി അല്ല 5 മണി, ഓഫീസ് 10 to 5. ആ കറക്റ്റ് ഒരു 9:45 ഓഫീസിലെത്താൻ ശ്രമിക്കുക. കറക്റ്റ് 5 മണിയാകുമ്പോൾ നമ്മൾ ഇറങ്ങി വരാൻ ശ്രമിക്കുക. അവിടെ എന്താണ് നമ്മളുടെ നിയമങ്ങൾ, അത് നമ്മൾ പാലിക്കുക. ചോറ് കളഞ്ഞതിന് വഴക്ക് പറഞ്ഞ് ചോറിൻ്റെ വറ്റ് വീഴാൻ പാടില്ല. ഇതൊക്കെയാണ് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അത്രയും പെൺകുട്ടികൾ, 10-70 പെൺകുട്ടികൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനമാണ്. ഓരോരുത്തർ പാത്രത്തിൽ കൊണ്ടുവരുന്നത് ചിലപ്പോൾ കഴിക്കാൻ പറ്റൂല, അവരങ്ങ് ഒഴുക്കിക്കളയും കാണയിലേക്ക്. പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ മേഡം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഫൈൻ ഇടിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്തിനു വേണ്ടിയാണ്? നമ്മളതുകൊണ്ടൊന്ന് പഠിച്ച്, നമ്മളുടെ റോൾ മോഡലാണ് അവർ. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ എന്താകണമെന്ന് നമ്മൾ അവിടെ പഠിച്ചു. 1-2 വർഷമല്ല, 25 വർഷം എൻ്റെ ജീവിത രീതി എന്നെ മാറ്റിയെടുത്തു. എൻ്റെ സ്വഭാവത്തിനെ മാറ്റിയെടുത്തു. നമുക്ക് സ്കൂളിലും കിട്ടാത്തതും എല്ലാം നമ്മൾ അവിടെ നിന്ന് പഠിച്ചു. അതേപോലെ ആയിരിക്കണം. ഇപ്പോൾ ഈ പിള്ളേർക്ക് എത്ര വയസ്സുണ്ടാവും കൂടി വന്നാൽ? 10, 20, 25. പക്ഷേ 30 വയസ്സായ കുട്ടിക്കോ ഇനി ഇവരുടെ ജീവിതം കിടക്കുമല്ലോ. ഇവർക്ക് എവിടെയെങ്കിലും ജോലി കിട്ടുമോ? കണ്ടവൻ്റെ പൈസ വെട്ടിച്ചെടുത്ത് ലക്ഷങ്ങൾ കയ്യിലുണ്ടല്ലോ, അവർക്ക് ബിസിനസ് തുടങ്ങാം, അവർക്ക് മേടാകാം. ജാതി പറഞ്ഞു, അങ്ങനെ പറഞ്ഞു, പീഡിപ്പിച്ചു, ഭംഗിയില്ലെന്ന് പറഞ്ഞു, സൗന്ദര്യമില്ലെന്ന് പറഞ്ഞു. ഇതെല്ലാം ഇങ്ങനെ ഈ ഓരോ അവസ്ഥയിലും ഇപ്പോൾ ഈ കേരളത്തിൽ കണ്ടുവരണം. അങ്ങനെ ജാതി, എല്ലാവരും കൂടി ജാതിയിലോട്ട് അങ്ങോട്ട് ജാതിക്ക് ഇട്ട് കൊടുത്തിട്ട് അവിടെ നിന്ന് എന്താ കിട്ടണേന്ന് നോക്കി നിൽക്കുകയാണ്. ജാതിയിലേക്ക് ഇട്ട് കൊടുക്കും. ഒരു കഞ്ചാവ് കേസിൽ പിടിക്കുക, ഒരു വേറെ വല്ല കേസിൽ പിടിക്കുക, അപ്പം ജാതി പറഞ്ഞു. കുറേ പേര് ഈ ജാതി കൊണ്ട് നടക്കുക. കേരളത്തിലത് നടക്കും, വേറെ അന്യനാട്ടിലൊന്നും ഇത് നടക്കില്ല. എന്നാൽ കേരളത്തിൽ ഈ ജാതിയുമ കയറി പിടിക്കുന്ന ആൾക്കാരാണ് കുറേ പേര്. അതുകൊണ്ട് എൻ്റെ പൊന്നു മക്കളെ, നിങ്ങളെല്ലാവരും ജോലിക്ക് പോകുമ്പോൾ ഏത് സ്ഥാപനം ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, ഡോക്ടറോ എഞ്ചിനീയറോ ഇനി IT കമ്പനി, അങ്ങനെ ഇങ്ങനെ എന്തും ആയിക്കോട്ടെ, നമ്മൾ സിൻസിയറായിട്ട് എൻ്റെ മക്കളോട് ഞാനത് തന്നെയാണ് പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എത്ര വർഷങ്ങളായിട്ട് ഓരോ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന മക്കൾ. ഈ പെൺകുട്ടികളെ അനുകൂലിക്കുന്നവരോടും പറയുന്നത്, തെറ്റിനെ നമ്മൾ ഒരിക്കലും അനുകൂലിക്കരുത്, കള്ളത്തരത്തിന് കൂട്ടു നിൽക്കരുത്. ആ ഗർഭിണിയായ കൊച്ചിനെ എത്ര മാനസികമായിട്ട് അത് എന്തോരം വിഷമിക്കണ്ടാവും. അത് ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അതിൻ്റെ മുഖം എപ്പോഴും ഇങ്ങനെ നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു ഫേസാണ് അതിൻ്റെ. ചിരിച്ചുകൊണ്ട് അത് സംസാരിക്കുള്ളൂ. പിന്നെ മുതലാളി എന്ന് പറയുന്നത് വഴക്ക് പറയാനുള്ളതാണ്. പിന്നെ മുതലാളി എന്താ? മുതലാളി എന്തെങ്കിലും അവിടെ ജോലിക്ക് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ മുതലാളി വന്ന് വഴക്ക് പറയണം, എന്നാലേ നമുക്ക് തിരുത്തി നാളെ നമുക്ക് അതിൻ്റെ കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു പറ്റി ചോറ് പോയതിനത് പറഞ്ഞു. പിന്നെ ചോറ് വീട്ടിലുണ്ടാക്കിയ കലത്തിലുണ്ടാക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് കളയാനുള്ളതാണ്. കഴിക്കാൻ പറ്റില്ല, ഈ കൊണ്ടുവരണ്ട, അതല്ലേ വേണ്ടത്. അപ്പോൾ ഞാനിപ്പം ഇതൊക്കെ ഒന്ന് പറഞ്ഞു തന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക് യു.